നമുക്ക്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊന്ന് കയ്യിൽ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ സ്പൂണിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഷേപ്പൊക്കെ പിന്നെ തന്നെ തവണ വന്നോളൂ കേട്ടോ. അതൊക്കെ ഞാനിതിപ്പോ കയ്യിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതിപ്പോ സ്പൂണിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് ആ നല്ല ഉണ്ട പരുവം തന്നെ നമ്മൾ ലാസ്റ്റ് നമുക്കത് കിട്ടും കേട്ടോ. അതവിടെ കിടന്ന് തന്നെ അത് നന്നായിട്ട് ഷേപ്പൊക്കെ വന്നോളും. ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കവറൊക്കെ നല്ലോണം ആ ഫസ്റ്റ് ആ ഒരു പോർഷനൊക്കെ നന്നായിട്ട് കളർ വരും. പക്ഷെ ഉള്ളിലൊട്ടും വെന്തിട്ടുണ്ടാകും. എട്ട് മിനിറ്റ് തന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പാർട്ടൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടില്ലേ, കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5-8 മിനിറ്റ് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിൽ നമുക്കത് വെന്താൻ വേണ്ടിയിട്ട് അത്രയും സമയം എന്തായാലും എടുക്കും. നമ്മൾ പുറമേ നല്ല കളർ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ഉള്ളും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയാലേ നല്ലതായിട്ടുള്ളൂ. അപ്പോൾ ഒരു 5-8 മിനിറ്റ് അവിടെ തന്നെ മീഡിയം ഫ്ലെയിമിൽ കിടക്കുവാണെങ്കിൽ മീഡിയത്തിൽ നിന്ന് ലോവിലേക്ക് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ കിടന്ന് തന്നെ അതൊന്ന് വെന്തട്ടെ. നമ്മൾ സെക്കൻഡ് പാർട്ടും കൂടെ ഇട്ടു. കണ്ടില്ലേ, കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. എല്ലാ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫസ്റ്റ് ബാച്ച് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പൊ ടോട്ടല് ഞാനിപ്പോ ഒരു 13 മിനിറ്റ് ആട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 13 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് മുറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 മിനിറ്റും ബാക്കി പാർട്ട് ഞാൻ എടുക്കാൻ വേണ്ടി 5 മിനിറ്റും ആട്ടോ എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഒരു 13 മിനിറ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്ത് കോരാം. റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഉണ്ടയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും. നല്ല നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഈ ഒരു മിക്സിങ്ങിൽ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഉണ്ടംപൊരി വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും. നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം. എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.